കഴിവുകളും കരവിരുതും കൈകൾ കൊണ്ട് ചെയ്യുന്ന എന്ത് ജോലിയും ഇതിൽ. അപ്പം കൈകൾ വേണ്ട എല്ലാ ജോലിക്കും വേണം. എന്നാൽ പോലും ചിത്രരചന, ശില്പകല, എഴുത്ത്, സംഗീതോപകരണങ്ങൾ വായിക്കുന്നത്, ശസ്ത്രക്രിയ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നത്, ഇവരെന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൊടുത്തൊരു കാര്യം തുടങ്ങുന്നത് ഒക്കെ വളരെ അതൊരു ഗുണമായിട്ട് വരും എന്നുള്ളതാണ്. കന്നിരാശിയുടെ അധിപനായിട്ടുള്ള ബുധന്റെ സ്വാധീനം മൂലം ഇവർക്ക് ഉയർന്ന ബുദ്ധിശക്തിയും കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവും ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളെ നേരിടാനും പ്രായോഗികമായ പരിഹാരങ്ങൾ കണ്ടെത്താനും ഇവർ വലിയ കഴിവുള്ളവരായിരിക്കും എന്നുള്ളതാണ്. നക്ഷത്രാധിപൻ ചന്ദ്രനും ഈ രാശിയുടെ അധിപൻ ബുധനും കൂടെ ആയതുകൊണ്ട് ഒരു ചന്ദ്രബുധൻ കോമ്പിനേഷനും ശുക്രൻ നീചനാവുന്ന രാശിയും കൂടി ആയതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ലതായിരിക്കും. പല കാര്യങ്ങളും ആകർഷകമായിട്ടുള്ള പെരുമാറ്റം നല്ലതായിരിക്കും. കാരണം നക്ഷത്രാധിപൻ ചന്ദ്രനായതുകൊണ്ട് പലപ്പോഴും ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും സംഭാഷണത്തിലും പുഞ്ചിരിയിലൂടെയും മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കാനും ഒക്കെ ഇവർക്കൊരു കഴിവുണ്ടായിരിക്കും. ഇവരൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നത് ഹാൻഡിൽ ചെയ്ത് അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് ഉണ്ടാവും. പക്ഷേ ആ ശുക്രൻ ആവുന്നതും കൂടി ആയതുകൊണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ചില പ്രശ്നങ്ങൾ വരും. നമുക്കത് നോക്കാം, മുന്നോട്ട് പോകുമ്പോൾ അത് നോക്കാം. കഠിനാധ്വാനവും ചിട്ടയുമാണ് ഇവരുടെ വേറൊരു ക്വാളിറ്റി. ഈ അത്തത്തിൻ്റെ അത് കൃത്യമായിട്ട് അത്തത്തിന് ബലമുള്ള അത്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയിലെ ചിട്ടയാണ്, കൃത്യതയും. ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിനുള്ള ഒരു കഠിനാധ്വാനവും ഇറങ്ങിത്തിരിക്കലും ഇവരുടെ ഒരു വലിയ വിജയമായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മനസ്സ്. അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും ഏതൊരു പ്രതിസന്ധിയെയും സംസാരിച്ച് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. ബുധൻ്റെ എക്സോൾട്ടേഷൻ, ആ ബുധൻ ഉച്ചനാവുന്നതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും വരും. അതുപോലെ തന്നെ ചന്ദ്രനായതുകൊണ്ടൊരു മാതൃത്വം ഉണ്ടാവും. ആ ഒരു മാതൃത്വത്തിൻ്റെ നക്ഷത്രമായതുകൊണ്ട് തന്നെ ചന്ദ്രൻ്റെ സ്ഥിതി നക്ഷത്രമായതുകൊണ്ട് സേവന മനസ്ഥിതിയാണ്. ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സേവന മനസ്ഥിതി, മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ വേദനകളിൽ ആശ്വാസം പകരാനും അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഒന്ന് ഹീൽ ചെയ്യാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത്തത്തിന്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വൈദ്യശാസ്ത്രം, നേഴ്സിംഗ്, സാമൂഹ്യ സേവനം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ വിജയിക്കും. ഇവരുടെ സുഹൃത്തുക്കൾ, ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവരെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഇവർ റിയാക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. ആ ഒരു 50-100 പേരിലൊക്കെ നമ്മളത് കാണുമ്പോൾ തന്നെ ഇത് പൊതു സ്വഭാവമാണെന്ന് വരും. നിങ്ങളിവിടെ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതൊരു നിരീക്ഷണവും കൂടിയാണ്.